ക്രൂശിങ്കിലേക്ക് നോക്കുക എന്ന ധ്യാന പരമ്പരയിൽ ഇന്ന് നാം ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം, അതിൻ്റെ 42-ഉം 43-ഉം വാക്യം. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ക്രിസ്തുവിൻ്റെ വലത്തുഭാഗത്ത് കള്ളൻ അനുദപിക്കുന്നു. ക്രിസ്തുവിനെ ക്രൂശിച്ചപ്പോൾ ഇടതും വലതുമായി രണ്ട് കള്ളന്മാരെയും കൂടെ ക്രൂശിക്കുന്നു എന്ന് നമുക്കറിയാം. എങ്കിലും ഒരുവൻ ക്രിസ്തുവിനെ നിന്ദിക്കുകയും മറ്റവൻ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് രക്ഷകനെന്ന് ഏറ്റുപറഞ്ഞ് വിടുതലിനായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഇരുവർക്കും ഒരുപോലെയാണെങ്കിലും ഇരുവരുടെയും സമീപനം വ്യത്യസ്തമാണ്. യേശു ക്രിസ്തു നമ്മോട് സമീപസ്ഥൻ എങ്കിലും ക്രിസ്തുവിൻ്റെ രക്ഷയെ ഓരോരുത്തരും സമീപിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. അമ്പരപ്പിക്കുന്ന വസ്തുത, ആരാണ് പറുദീസയിൽ പ്രവേശിക്കുന്നത്? ആരെയാണ് ദൈവം പറുദീസയിലേക്ക് ഉപസ്ഥിതരാക്കുന്നത്? ഇത് പലപ്പോഴും മനുഷ്യൻ്റെ ധാർമ്മിക വിചാരത്തിൽ, നല്ലത് തിന്മകൾ എന്നുള്ള വിചാരണയിൽ, സ്വയ അവബോധത്തിലും മറ്റുള്ളവരെ പരിഗണിക്കുന്നതിലും ഒക്കെ അറിഞ്ഞോ അറിയാതെയോ ഒരു മാനദണ്ഡം ആവാറുണ്ട്. സ്വർഗരാജ്യത്തിലേക്ക് ആര് പ്രവേശിക്കും എന്നുള്ളത് അനുദിന ജീവിതത്തിൻ്റെ ഒരു ക്രമീകരണമായും തീരാറുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം നിർവചനങ്ങളെയും അത്തരം മാനദണ്ഡങ്ങളെയും അത്തരം അളവുകോലുകളെയും ഒക്കെ അമ്പരപ്പിച്ചുകൊണ്ടാണ് ക്രിസ്തു ഈ ദാസനോട് പറയുന്നു, നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും. യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ രക്ഷ, യേശുവിൻ്റെ കരുതൽ ഒരു വ്യക്തിയുടെ പിന്നാമ്പുറം നോക്കിയല്ല, ഒരു വ്യക്തിയുടെ സമഗ്ര ആളത്വത്തെ നോക്കിയാണ്. ലീഗൽ സിസ്റ്റം നോക്കുന്നത് പോലെയല്ല ക്രിസ്തു നോക്കുന്നത്, സാധാരണ ധർമ്മവിചാരം നോക്കുന്നത് പോലെയുമല്ല. ഒരു വ്യക്തിയെ സമഗ്രമായി നോക്കുവാൻ സൃഷ്ടിതാവായ രക്ഷിതാവായ ദൈവത്തിന് സാധിക്കുന്നു. അത് മറ്റാർക്കും കഴിയുകയില്ല എന്നുള്ളതാണ് ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് നമ്മുടെ എല്ലാ നിർവചനങ്ങളെയും അതിശയിപ്പിക്കുന്ന വ്യക്തികളായിരിക്കും ദൈവരാജ്യത്തിൽ ഉള്ളത്. ക്രിസ്തുവിനെ നാം നിർവചിക്കാതിരിക്കുക. ക്രിസ്തു തൻ്റെ സ്നേഹത്താൽ നമ്മെ നിർവചിക്കട്ടെ. ആമേൻ.